പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ സന്ദേശം നമുക്ക് ശ്രവിക്കാം. ആരും തുണയായിട്ടില്ലാത്തവർക്ക് ഞാനുണ്ട് തുണയായി. അബ്രഹാത്തിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും തുണച്ച ദൈവം നിങ്ങളുടെ മധ്യത്തിൽ ഉണ്ട്. എല്ലാം അറിയുന്നവൻ ഞാനല്ലേയുള്ളൂ. എൻ്റെ മക്കൾ, സങ്കടപ്പെടേണ്ട, ദുഃഖത്തിൽ ആഴേണ്ട. എന്നെ കേൾക്കുവാൻ, എൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ ആരുമില്ല എന്ന് കരുതുന്നവർ സന്തോഷിക്കട്ടെ. കർത്താവായ ഞാനുണ്ട് തുണയായി. എൻ്റെ മക്കൾ, ഞാൻ പറയുന്നതനുസരിച്ച് ജീവിക്കുക. ബൈബിൾ വായന മുടക്കരുത്. നിങ്ങൾ ശരീരത്തിന് ആരോഗ്യം നിർത്തുവാൻ ആഹാരം കഴിക്കുന്നത് പോലെ ആത്മാവിനെ വളർത്തുവാൻ വചനം വായിക്കുക, ധ്യാനിക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആയിരിക്കട്ടെ നിങ്ങളുടെ ആയുസ്. രോഗത്താൽ സഹിക്കുന്നവർ ഓർക്കുക, നിങ്ങളുടെ ശരീരം നിങ്ങൾ ഒരു ഹോമബലിയായി എനിക്ക് സമർപ്പിക്കുന്നുവെന്ന്. നിങ്ങളുടെ ഓരോ വേദനയും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിക്കുവിൻ. നിറയെ ആത്മാക്കൾ സ്വർഗത്തിൽ എത്തട്ടെ. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടി സഹിച്ചും സമർപ്പിച്ചും പ്രാർത്ഥിക്കുമ്പോൾ നിറയെ അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ലഭിക്കും. നിങ്ങൾ തിരുസഭയുടെ അംഗങ്ങൾ ആണല്ലോ. ഒരു അവയവം വേദനിക്കുമ്പോൾ ശരീരത്തിന് വേദന അനുഭവപ്പെടുന്നത് പോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു താങ്ങും തണലുമായി ഇരുന്നാൽ നിങ്ങളിൽ കരുണ വർഷിക്കപ്പെടും. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കുന്നു.